ഇപ്പോൾ വരുന്നൊരു വാർത്ത ഈ ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും വിട്ടുനിൽക്കും എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണോ മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്നത് എന്നറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത് ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചോ ഈ വിവരം? SKN മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. അദ്ദേഹം പങ്കെടുക്കാതെ അദ്ദേഹം ആ പരിപാടിയിലേക്ക് പോകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹമായ ഒരു പരിഗണന ഈ ഉദ്ഘാടന ചടങ്ങിൽ ലഭിച്ചില്ല എന്ന ഒരു പരാതിയുണ്ട് സംസ്ഥാനത്തിന്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം ക്ഷണിച്ചില്ല. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയത് സംസ്ഥാന സർക്കാരാണ്. ഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് 5000-ൽ പരം കോടി രൂപ ചെലവഴിച്ചു. ഇത്രയൊക്കെ ഇടപെടൽ നടത്തിയിട്ടും സംസ്ഥാന സർക്കാരിന് അർഹമായ ഒരു പരിഗണന ഈ ഉദ്ഘാടന ചടങ്ങിൽ ലഭിച്ചില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി കൂടി കൊച്ചിയിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ദീപക് തരുൺ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ വിട്ടുനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നുള്ളതാണ്. ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അല്പം കഴിഞ്ഞ് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കാമെന്നുള്ളതാണ്. അദ്ദേഹം വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് എന്നുള്ള സൂചനകൾ അദ്ദേഹം കൃത്യമായി നൽകുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്തും ഇത് വളരെ ഗൗരവത്തിൽ കേരള സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വേളയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഒരു വികസനം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ദേശീയപാത വികസനം കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയിലായ ദേശീയപാത വികസനം വീണ്ടും യാഥാർത്ഥ്യമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിതിൻ ഗഡ്കരി, അതായത് സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ്. അങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ NHA അടച്ചുപൂട്ടിപ്പോയ ഓഫീസ് വീണ്ടും പുനഃപ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് കേരളത്തിലെ ദേശീയപാതയിലേക്ക് കടന്നത്. ആ ദേശീയപാത നിർമ്മാണം സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. അതിൽ രണ്ടാമത്തെ പിണറായി സർക്കാരിൽ വന്ന മന്ത്രി മുഹമ്മദ് റിയാസ് നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്നു എന്നുള്ളത് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി വരെ അതിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചതാണ്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള NDA റാലിയിൽ പങ്കെടുക്കുന്ന ദിവസമുള്ള ഈ ഉദ്ഘാടന പരിപാടിയിൽ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുന്നു. അതിൽ പ്രതിഷേധിച്ചെന്നോണം കേരള സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. ഒരുപക്ഷെ നേരത്തെ GST കുടിശ്ശികയും കേന്ദ്ര ധനവിഹിതവും എല്ലാം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന പോര് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. SKN ദീപക് തർമ്മണമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊച്ചിയിൽ നടക്കുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ദേശീയപാത നിർമ്മാണത്തിന് ഉദ്ഘാടന ചടങ്ങിൽ സർക്കാർ ബഹിഷ്കരിക്കും, സർക്കാർ വിട്ടുനിൽക്കുമെന്ന രീതിയിൽ വാർത്ത വരുന്നു. ആദ്യം PA മുഹമ്മദ് റിയാസിൻ്റെ പേര് ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അതിൻ്റെ പിന്നാലെ സംസ്ഥാന സർക്കാരും ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു. ശ്രീജിത്ത് ഒന്നുകൂടി ചേരുകയാണ്. പറയൂ ശ്രീജിത്ത്. SKN ദേശീയപാത ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉടലെടുക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ളതാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച പണമാണ്. ദേശീയപാത വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 5000-ൽ പരം കോടി രൂപയാണ് ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ചെലവഴിച്ചത്. നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന ദേശീയപാത വികസനം മുന്നോട്ട് കൊണ്ടുപോയത് 1-2 പിണറായി സർക്കാരുകളുടെ കാലത്താണ്. അത്തരത്തിൽ ഗണ്യമായ സംഭാവന ഈ ദേശീയപാത വികസനത്തിൽ നൽകിയിട്ടും ഈ ഉദ്ഘാടന ചടങ്ങിൽ വേണ്ടത്ര പരിഗണന സർക്കാരിന് ലഭിച്ചില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി. മാത്രമല്ല പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഈ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പേര് പോലും വെച്ചില്ല. അദ്ദേഹത്തിന് അത്തരത്തിലെ ക്ഷണമില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ കൂട്ടായ തീരുമാനം എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് ഒരു രാഷ്ട്രീയ വിവാദമാക്കി രാഷ്ട്രീയ ചർച്ചയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊച്ചിയിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതിൽ വാർത്ത വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.